Dear students, welcome back to our mathematics class. Now we have to discuss about last topic, more pairs. First question, box 1 and box 2. Box 1 il 10 numbers undu 1 to 10. Box 2 il 1 to 5 numbers undu. What is the probability both being odd? ഈ രണ്ട് ബോക്സിൽ നിന്നും നമ്മൾ ഓഡ് നമ്പർ എടുക്കുകയാണെങ്കിൽ, ഓഡ് നമ്പേഴ്സിന്റെ പെയർസ് എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബോക്സ് 1 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ബോക്സ് 2 1 to 5 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ബോക്സിൽ നിന്നും ഓഡ് നമ്പേഴ്സ് എടുക്കാനുള്ള, അതായത് ഇതൊന്നും ഓഡ് നമ്പർ എടുക്കണം. നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇതൊന്നും ഓഡ് നമ്പർ വരണം, ഇതൊന്നും ഓഡ് നമ്പർ വരണം. അപ്പൊ അങ്ങനെ വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ബോക്സ് 1 ഓഡ് നമ്പേഴ്സ് ആദ്യം എടുത്ത് എഴുതാം. ബോക്സ് 1 ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഇത്രയും ഓഡ് നമ്പേഴ്സ് ആണ് ബോക്സ് 1 ബോക്സ് 2 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5. നമ്മൾ ഓഡ് നമ്പേഴ്സ് എടുത്ത് എഴുതി. ഇതിൽ നമ്മൾ എടുക്കാൻ പ്രോബബിലിറ്റി വരുമ്പോൾ 1, 1 വരാം, 1, 3 വരാം, 1, 5 വരാം. അതേപോലെ 3, 1, 3, 3, 3, 5 ഈ ഒരു പെയർസ് വരാം. 5, 1, 5, 3, 5, 5. 7, 1, 7, 3, 7, 5 and 9, 1, 9, 3, 9, 5. ഈ പ്രോബബിലിറ്റി വരാനാണ് നമുക്ക് സാധ്യത. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ പെയർസ് നോക്കണം. ഇതിൽ വരുന്ന ടോട്ടൽ പെയർസ്. അപ്പൊ ടോട്ടൽ പെയർ എന്ന് പറയുന്നത് ബോക്സ് 1 10 നമ്പേഴ്സ് ആണുള്ളത്. ബോക്സ് 2 5 നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രോബബിലിറ്റി കാണാം? 10 into 5 equal 50. അപ്പൊ ഇതിൽ വരുന്ന ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50 ആണ്. ദെൻ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ പെയർസ് എത്രയുണ്ടെന്ന് നോക്കാം. Then odd numbers pair ഓഡ് നമ്പേഴ്സിന്റെ പെയർസ് എന്ന് പറയുന്നത് ബോക്സ് 1 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ബോക്സ് 2 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഓഡ് നമ്പേഴ്സിന്റെ പെയർസ് എന്ന് പറയുന്നത് 5 into 3 15. Then probability both being odd. നമുക്ക് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്. രണ്ടും ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ പെയർ എന്ന് പറയുന്നത് 15 ആണ്. 15 ഡിവൈഡ് ടോട്ടൽ പെയർ 50. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 into 5 by 10 into 5. Then 5 cancel ആയി പോയി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 by 10. Okay. Then second question, same question തന്നെയാണ്. What is the probability of both being even? Even numbers വരാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ബോക്സ് 1 നിന്നും ബോക്സ് 2 നിന്നും രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ നമ്പേഴ്സ് ഈവൻ നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ ബോക്സ് 1 വരുന്ന നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10. ഇതാണ് ബോക്സ് 1 വരുന്ന ഈവൻ നമ്പേഴ്സ്. ബോക്സ് 2 വരുന്ന ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4.
ടോട്ടൽ പെയേഴ്സ് എത്രയുണ്ട് നോക്കാം. ടോട്ടൽ പെയേഴ്സ് ഈക്വൽ, നമുക്കറിയാം ടോട്ടൽ പെയേഴ്സ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെയാണ്. ബോക്സ് 1 ടോട്ടൽ നമ്പേഴ്സ് 10 ബോക്സ് 2 5 ആണ്. ദെൻ 10 into 5 equal 50. ഇതാണ് ടോട്ടൽ പെയേഴ്സ്. അതേപോലെ ഓഡ് നമ്പേഴ്സ് പെയർ നമുക്ക് നോക്കാം. അതിന് മുന്നേ ടോട്ടൽ ഓഡ് നമ്പേഴ്സ് നമ്മൾ ആദ്യം നോക്കണം. ബോക്സ് 1ലുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 5 ഓഡ് നമ്പേഴ്സ്, സോറി ഈവൻ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ബോക്സ് 2ലുള്ള ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. Then even numbers pair എന്ന് പറയുന്നത്, even numbersന്റെ pair എന്ന് പറയുന്നത് 5 into 2 5 into 2 10. Probability of both being even. Even numbers വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 10/50 ആണ്. സോ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 10 എന്ന് പറയുന്നത് നമുക്ക് 10 into 1 എഴുതാം. അതേപോലെ 15ലോ 10 into 5. ഇവിടെ 10ഉം 10ഉം ക്യാൻസൽ ആയി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/5. അപ്പോൾ ബോത്ത് ബീയിങ് ഈവൻ, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ എന്ന് പറയുന്നത് 1/5. Page number 78, first question. In class 10A, there are 30 boys and 20 girls. In 10B, there are 50 boys and 25 girls. One student is to be selected from each class. First sub-question വായിക്കാം. What is the probability of both being girls? Second sub-question. What is the probability of both being boys? Third, what is the probability of one boy and one girl? Fourth question, what is the probability of at least one boy? അപ്പോൾ 4 സബ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ബോയ്സിനെയും ഗേൾസിനെയും നമ്മൾ ഓർഡർ ആക്കി എഴുതി. 10th Aയിൽ 30 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത് 50 ആണ്. 10Bയിൽ 50 ബോയ്സ് 25 ഗേൾസ്, ടോട്ടൽ എന്ന് പറയുന്നത് 40. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബോത്ത് ബീയിങ്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്, അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. ആദ്യത്തെ 2 സബ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഈ 2 ക്ലാസ്സിലെയും നമ്മൾ പ്രോബബിലിറ്റി കാണുന്ന ടൈമിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ പ്രോബബിലിറ്റി കാണണം. അപ്പൊ ആദ്യം നമുക്ക് 15 14 ടോട്ടൽ സ്റ്റുഡൻസ്, 10Aയിൽ 15 ആണ് ടോട്ടൽ സ്റ്റുഡൻസ്, 10Bയിൽ 14 ആണ്. അപ്പോൾ ടോട്ടൽ പെയേഴ്സ് എന്ന് പറയുന്നത് 2000 ആണ്. ടോട്ടൽ പെയേഴ്സ് 15 into 40 2000. അതേപോലെ ഗേൾസിന്റെ ടോട്ടൽ പെയേഴ്സ് നമുക്ക് നോക്കാം. ഗേൾസ് 10Aയിൽ 20 ഗേൾസ് ഉണ്ട്, 10Bയിൽ 25 ഗേൾസ് ഉണ്ട്. ദെൻ ഗേൾസിന്റെ ടോട്ടൽ പെയർ 500. ബോയ്സിന്റെ ടോട്ടൽ പെയർ എന്ന് പറയുന്നത് 450. Then നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the probability of both being boys നോക്കാം. Probability of both being boys. 2 സ്റ്റുഡൻസും ബോയ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, നമുക്കിവിടെ ബോയ്സ് എത്രയാണ്? ബോയ്സിന്റെ ടോട്ടൽ പെയേഴ്സ് എന്ന് പറയുന്നത് 450 ആണ്. 450 ഡിവൈഡ് ടോട്ടൽ സ്റ്റുഡൻസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2000. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം?
ഈ രണ്ട് സീറോസും മുകളിലും താഴെയും വരുന്ന സെയിം സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 45/200 ആണ്. ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ 9 × 5 45 ആണ്. അതേപോലെ 40 × 5 എന്ന് പറയുന്നത് 200 ആണ്. നമ്മൾ ഈ രണ്ട് 5ഉം ക്യാൻസൽ ആയി കളഞ്ഞു. ദെൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9/40. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. ഗേൾസ് രണ്ടും ഗേൾസ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇവിടെ നമുക്കറിയാം ഗേൾസ്, ടോട്ടൽ ഗേൾസിന്റെ പെയേഴ്സ് എന്ന് പറയുന്നത് 500 ആണ്. സോ 500 ഡിവൈഡ് ടോട്ടൽ പെയേഴ്സ് എന്ന് പറയുന്നത് 2000 ആണ്. 2000 നമ്മുടെ ടോട്ടൽ പെയേഴ്സ് എഴുതിയത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്നോട് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതുപോലുള്ള ടേബിൾ ഉണ്ടാക്കുക, ടോട്ടൽ എഴുതുക, ടോട്ടൽ പെയേഴ്സ് ഓരോന്നിന്റെയും ടോട്ടൽ പെയേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റൻസിന്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ബോത്ത് ബീയിങ് ഗേൾസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഗേൾസിന്റെ പെയേഴ്സ്, ടോട്ടൽ പെയേഴ്സ് നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചു. 500 ഡിവൈഡ് ടോട്ടൽ സ്റ്റുഡൻസിന്റെ ടോട്ടൽ പെയേഴ്സ് 2000. ദെൻ മുകളിൽ രണ്ട് സീറോസും താഴത്തെ രണ്ട് സീറോസും ക്യാൻസലായി. 5/20 എന്ന് കിട്ടി. ഇത് നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 1 × 5 ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 4 × 5 അല്ലേ? ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. സോ 5ഉം 5ഉം ക്യാൻസലായി. 1/4. കുറെ പേർക്ക് സിംപ്ലിഫിക്കേഷൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി എഴുതുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/4. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറയുന്നത് 1/4. ദെൻ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. Third question, what is the probability of 1 boy and 1 girl? ഒരു ബോയും ഒരു ഗേളും എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്ലാസ് 10th A 13, ഗേൾസ് 20, ടോട്ടൽ 50. 10B 15, ഗേൾസ് 25, ടോട്ടൽ 40. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 10A ഒരു ബോയും 10B ഒരു ഗേളും എടുക്കാം. അതേപോലെ 10B ഒരു ബോയും 10A ഒരു ഗേളും. ഈ രണ്ട് ചാൻസ് ആണ് നമുക്ക് വരാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കതെങ്ങനെ എടുക്കാം? പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഈക്വൽ 10A നമ്മൾ ഒരു ബോയ് എടുത്തു കഴിഞ്ഞാൽ 10B ഗേൾ ആണ്. അപ്പോൾ ഈ ഒരു ഇത് വരാം 13 × 25. 13 × 25 പ്ലസ് 10B ഒരു ബോയും 10A ഒരു ഗേളും. അപ്പോൾ 15 × 20. 15 × 20 ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ കാണുന്നത് ടോട്ടൽ പെയർ ആണ്. സോ 2000. Then 30 × 25 750 plus 20 × 50 300 equal 2000. Then 750 plus 300 എന്ന് പറയുന്നത് 1050 ഡിവൈഡ് 2000. കോമൺ സീറോസ് നമ്മൾ മുകളിലും താഴെയും സീറോ കട്ട് ചെയ്ത് പോയി. സോ 105/200. 105 രണ്ടും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 21 × 5/14 × 5. 5 ക്യാൻസലായി. 21/14. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറയുന്നത് 21/14.